ഞാൻ ഈ പറയാൻ പോകുന്ന ഏതെങ്കിലും കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണോ നിങ്ങളെന്ന് നോക്കിയാലോ? +2 അല്ലെങ്കിൽ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ഇനി ഏത് കോഴ്സ് എന്ന് പ്ലാൻ ചെയ്യാത്തവരാണോ? പഠിച്ച കോഴ്സിനെ ഓർത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? അതിപ്പോൾ ഇഷ്ടപ്പെടാതെ പഠിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ പഠിച്ച കോഴ്സിനെ കൊണ്ട് നല്ല ജോലി കിട്ടാത്തത് കൊണ്ടോ, അതൊന്നും അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ കാരണം ജോലി നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളത് കൊണ്ടൊക്കെ ആകാം. ഇനി അതല്ല, അബ്രോഡിൽ പഠിക്കാനോ ജോലിക്ക് പോകാനോ ആഗ്രഹമുള്ളവരാണോ? ഇനി അതോ അല്ലെങ്കിൽ നോൺ IT ഫീൽഡിൽ നിന്നും IT ഫീൽഡിലേക്ക് കരിയർ സ്വിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? ഇനി അതല്ല, IT ഫീൽഡിൽ തന്നെ ബെറ്റർ സാലറിയും ഹയർ പൊസിഷനും ഒക്കെ നോക്കുന്ന ഒരാളാണോ? ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇന്നത്തെ ഈ ലോകത്ത് ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫിസിക്കൽ ഡാറ്റകളെല്ലാം ഒരു ഡിജിറ്റൽ സ്വഭാവം കൈവരിക്കുന്നു, അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്തിരുന്ന പേപ്പർ അപ്ലിക്കേഷൻസൊക്കെ ഇപ്പോൾ ഓൺലൈൻ അപ്ലിക്കേഷൻസ് ആയിട്ട് മാറി. ഡയറക്റ്റായിട്ട് ക്യാഷ് പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷനിലോട്ട് അതെല്ലാം മാറി. ഇത്തരം ഡിജിറ്റൽ ആക്ടിവിറ്റീസ് എന്ത് തന്നെ ആയാലും അവയെ സെക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലുള്ള സെൻസിറ്റീവ് ഡാറ്റയെ സെക്യൂർ ചെയ്യുക, സെക്യൂരിറ്റി ബ്രീച്ചുകൾ ഉണ്ടാകാതെ നോക്കുക, സെക്യൂരിറ്റി ഫയർവാൾസിനെ ക്രിയേറ്റ് ചെയ്യുക, ഹാക്കേഴ്സിൻ്റെ അറ്റാക്കിൽ നിന്നും ത്രെഡ്സിൽ നിന്നും ഈ കമ്പനികളെയും ഓർഗനൈസേഷൻസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതിനെയാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു കാര്യമാണ് വാട്സപ്പ് ഹാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തു എന്നുള്ളതൊക്കെ. ഇതെല്ലാം നമ്മുടെ ഒരു പേഴ്സണൽ ലെവലിൽ വരുന്ന സെക്യൂരിറ്റി ബ്രീച്ചുകളാണ്. ഇനി ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ ലെവലിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലിൻ്റെ കേസ് എടുക്കുക. അവിടെ വരുന്ന പേഷ്യൻസിൻ്റെ ഒരു പേഴ്സണൽ ഡാറ്റ, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്, ഇതൊക്കെ ഡിജിറ്റലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സേഫ് ഗാർഡ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇനി ഇതുപോലെ തന്നെ ബാങ്കിങ്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഉണ്ടാകും, കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റ ഉണ്ടാകും. ഇതിലൊക്കെ സെക്യൂരിറ്റി ബ്രീച്ചുകൾ ഇല്ലാതെ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ തന്നെയാണ് പബ്ലിക് പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് കമ്പനികളൊക്കെ വരുന്നില്ലേ, മിലിറ്ററി, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടർ, എഡ്യൂക്കേഷൻ, കോർപ്പറേറ്റ് സെക്ടർ, ഇതിൻ്റെ എല്ലാം ഡിജിറ്റൽ ഡാറ്റകളെ സേഫ് ഗാർഡ് ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ സെക്ടറുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഇന്ന് കൂടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. നാഷണൽ സെക്യൂരിറ്റിക്ക് തന്നെ ത്രെട്ട് ആയേക്കാവുന്ന ഈ ഒരു ഫീൽഡിൽ ഇന്ന് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ആവശ്യം ഡെയിലി ബേസിസിൽ കൂടി വരികയാണ്. പുതിയ ടെക്നോളജികളുടെ യൂസ് കൂടുന്നതനുസരിച്ച് ഭാവിയിൽ പല ജോലികളും നഷ്ടപ്പെട്ടേക്കാമെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതേ ടെക്നോളജികൾ കാരണം തന്നെ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ജോലി ക്രിയേറ്റ് ചെയ്യപ്പെടാവുന്ന മേഖലകളിലൊന്നാണ് ഈ സൈബർ സെക്യൂരിറ്റി. ലോകത്തെ പല രാജ്യങ്ങളുടെയും ക്രിട്ടിക്കൽ ജോബ് ലിസ്റ്റിൽ ടോപ്പ് പൊസിഷനുകളിലൊക്കെ ഇനിയുള്ള കാലത്ത് ഉണ്ടാകാൻ പോകുന്നതും, ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളും ഡയറക്റ്റ് PR അപ്ലൈ ചെയ്യാവുന്നതുമായിട്ടുള്ളൊരു മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. ഇനി സൈബർ സെക്യൂരിറ്റി കരിയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ജോബ് പൊസിഷനുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ, ചീഫ് സെക്യൂരിറ്റി മാനേജർ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി മാനേജർ, അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ. ഇങ്ങനെ ഇന്ന് ലോകത്ത് IT ഫീൽഡിൽ തന്നെ ടോപ്പ് സാലറി ഓഫർ ചെയ്യുന്ന ഒരു കരിയറാണ് സൈബർ സെക്യൂരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലേക്ക് റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത്, ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രിയുടെ ഡിമാൻഡ് വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അധിക അപ്ലിക്കൻസും ഈ ജോലിക്ക് വേണ്ടുന്ന ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ സ്കില്ലില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത്. ഇതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്തതുകൊണ്ടാവാം, അൺസ്കിൽഡ് ആയതുകൊണ്ടാവാം, വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാവാം. അപ്പോൾ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള നിലക്കാണ് സെൻറ്റ് തെരേസാസ് കോളേജിലെ ഒരു വർഷത്തെ PG ഡിപ്ലോമ ഇൻ സൈബർ സെക്യൂരിറ്റി എന്നുള്ള കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു ബ്രിഡ്ജ് പ്രോഗ്രാമോട് കൂടിയിട്ടാണ് ഈ കോഴ്സ് തുടങ്ങുന്നത്. ഇത് നോൺ IT ഫീൽഡുകാരെ IT ഫീൽഡിൻ്റെ ഒരു സെയിം ലെവലിലേക്ക് എത്താൻ സഹായിക്കും. USA നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്സിൻ്റെ മാസ്റ്റർ ക്ലാസ്സുകളും ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസും ടൂളുകളും ഒക്കെയാണ് ഈ കോഴ്സിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇനി USA മാസ്റ്റേഴ്സ് ചെയ്യാനോ വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഓപ്ഷണൽ USA സർട്ടിഫിക്കേഷനും അവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. തിയറി ക്ലാസ്സിനോടൊപ്പം തന്നെ കറസ്പോണ്ടിങ് പ്രാക്ടിക്കൽ ലെസൺസ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, അതായത് ഒരു കമ്പനിയുടെ സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഒരു എക്സ്പീരിയൻസ് മികച്ച കമ്പനികളിൽ തന്നെ ജോബ് നേടാനുള്ള പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. മൾട്ടിനാഷണൽ കമ്പനികളായിട്ടുള്ള ഇൻഫോസിസ്, വിപ്രോ, TCS, Capgemini, സെതർലൻഡ് പോലെയുള്ള കമ്പനീസിലേക്ക് കോഴ്സ് കംപ്ലീഷന് ശേഷം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും അവൈലബിൾ ആണ്.
99 വർഷത്തെ അക്കാഡമിക് എക്സലൻസും NIRF റാങ്കിങ്ങിൽ ഇന്ത്യയിൽ തന്നെ 41ാം സ്ഥാനത്തുള്ള സെൻറ്റ് തെരേസാസ് കോളേജ് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഫെസിലിറ്റീസും ക്യാമ്പസ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ലഭിക്കും. ഇനി ഇതൊരു വുമൻസ് കോളേജ് അല്ലേ, ഗേൾസിന് മാത്രമല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ഈ കോഴ്സിന് ബോയ്സിനും ഗേൾസിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഫോളോ ചെയ്താൽ മതി.